ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കണ്ണീരും അപമാനവും നിറഞ്ഞ 7 വർഷങ്ങൾക്കൊടുവിൽ ഒരു വയോധികന് നീതി കിട്ടിയ കഥയാണ് ഞാനിനി പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഒറിജിനൽ കള്ളന്മാരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇനി കള്ളനാക്കപ്പെട്ട ഒരാളെ കുറിച്ച് പറയാം. 2019 നവംബറിലാണ്, അതായത് 7 വർഷം മുമ്പ്, ഒരു ദിവസം രാവിലെ ആലപ്പുഴ ചെട്ടികുളങ്ങര സ്വദേശി രമേശിനെ തേടി 2 പേർ വീട്ടിലെത്തി. അമ്മയുടെ കാണാതായ മാല തിരികെ തരണമെന്നായിരുന്നു ആവശ്യം. അത് രമേശിന് മനസ്സിലായില്ല ഇവരെന്താ പറയുന്നത്. പിന്നാലെ പോലീസ് എത്തി. മാല കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു. ചോദിക്കുന്നതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ആണയിട്ട് പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. പോലീസ് ഉടൻ കേസെടുത്തു. 47 ദിവസം റിമാൻഡിൽ കഴിഞ്ഞു ജയിലിൽ. അതിനിടയിൽ സത്യം തെളിയിക്കാനെന്ന വ്യാജേന പോലീസിന്റെ ക്രൂരമർദ്ദനം. ജാമ്യത്തിലിറങ്ങിയ രമേശിന് ജീവിതത്തിലൊന്നും പഴയതുപോലെ ആയില്ല. ബന്ധുക്കൾ പോലും വിശ്വസിച്ചില്ല. പറഞ്ഞു ഇവൻ കള്ളനായിരിക്കും. ജോലി നഷ്ടപ്പെട്ട് കടത്തിണ്ണയിൽ അന്തിയുറങ്ങേണ്ടി വന്നു പോലീസുകാർ. വർഷങ്ങൾക്കിപ്പുറം ഒടുവിൽ നീതിയുടെ കിരണം രമേശിനെ തേടി വരിക തന്നെ ചെയ്തു. 7 വർഷങ്ങൾക്കു ശേഷം. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു. രാവിലെ 2019 ഡേറ്റ് ഓർക്കുന്നില്ല. വീട്ടിൽ വന്നപ്പോൾ 2 പിള്ളേർ വന്ന് എന്നെ വിളിച്ചു. രമേശ് എന്നാ വീട്ടിലോട്ട് പോകാതെ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു, അവരുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പം അവർ പിള്ളേർ വീട്ടുകാർ 2-3 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു അമ്മയുടെ മാല ഒട്ടിച്ചിട്ടുണ്ട്, തിരിച്ചു തരാൻ പറഞ്ഞു. എടുത്തില്ലെന്ന് തിരിച്ച് എണ്ണം പൊക്കു, വീട്ടിലോട്ട് പൊക്കു, എണ്ണം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോന്നു. പോന്നു കഴിഞ്ഞപ്പോൾ 2 ബുള്ളറ്റ് ഒരാൾ വന്നു. അവിടെ വന്നപ്പോൾ 2 ബുള്ളറ്റ് വന്ന് ഗേറ്റ് തുറന്ന് കൊടുത്തു. പറഞ്ഞു ഞാൻ മാവരിക്ക് രക്ഷ ചെയ്യാന്ന് പറഞ്ഞു. എന്താ സാറെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നാൽ ഒരു മോഷണ കേസിൽ ഫോൺ വന്നു. അതിൻ്റെ പേരിൽ എൻ്റെ കൂടെ മാലിക സ്റ്റേഷൻ വരാൻ പറഞ്ഞു. ആ സ്റ്റേഷനിൽ ബൈക്കിൽ കയറി പോയി. അവിടെ ചെന്ന് പിന്നെ നമ്മളെ പെരുമാറാനും തുടങ്ങി. ഓരോ കാര്യം പറയണ്ട, എടുക്ക്, സ്വർണ്ണം എടുക്ക്, മാല എടുക്ക്, മറ്റേ പറഞ്ഞു. അങ്ങനെ 3 ദിവസം ജയിലിൽ കിടന്നു. അടിയും മേടിച്ചു. 3-ാമത്തെ ദിവസം ചെന്ന് ജയിലിലോട്ട് കൊണ്ടുപോകായിരുന്നു. മൈസൂരിൻ്റെ കൊണ്ട് രാത്രി 9 മണിക്ക് കൊണ്ട് അവിടെ മൈസൂരിലേക്ക് ചെന്ന് ജയിലിലേക്ക് കിടന്നു. ജയിലിലോട്ട് കൊണ്ടുവന്നു. പിന്നെ 47 ദിവസം ജയിലിൽ കിടന്നു. ഇത്രയും കാലത്തോടെ 6 വർഷം കൊണ്ട് കേസ് പറഞ്ഞ് എല്ലാവരുടെ മുമ്പ് ഞാനിപ്പം നേരെ നിൽക്കുന്നു. റാംഷാ സി പി ഉണ്ട്. റാംഷാ സി പി, ഈ രമേശൻ ചേട്ടൻ്റെ ജീവിതം ആർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ്. പക്ഷേ എന്നാലും പോലീസിനത് കൃത്യമായിട്ട് അന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ നിരപരാധിയെ 7 വർഷം നാട്ടുകാരുടെ മുന്നിൽ കള്ളനായി ചിത്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കാമായിരുന്നു. മർദ്ദനമേറ്റു, റിമാൻഡിലായി, ജയിലിൽ കിടന്നു. ഒടുവിൽ നാട്ടുകാരെ കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. പാവൻ രമേശൻ ചേട്ടൻ്റെ നഷ്ടങ്ങളുടെ കഥ മാത്രം ബാക്കി അല്ലേ? ഗുഡ് മോർണിംഗ് റാംഷാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കള്ളനായി മുദ്ര കുത്തപ്പെടുക. ആ മുദ്രയും പേറി നീണ്ട 7 വർഷക്കാലം ജീവിക്കേണ്ടി വരിക എന്നത് അത്രയും ദയനീയമായൊരു അവസ്ഥയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ജീവിതമാണ് കഴിഞ്ഞ 7 വർഷക്കാലം ഈ രമേശൻ ചേട്ടൻ ജീവിച്ചത് എന്നതാണ്. ആലപ്പുഴ സ്വദേശിയാണ്. ആലപ്പുഴ ചെട്ടിക്കുളങ്ങര സ്വദേശിയാണ് അദ്ദേഹം. 2019 ഈ കേസിൽ പെടുന്നത്. തനിക്ക് ഒരറിവുമില്ലാത്തൊരു കേസിലാണ് അദ്ദേഹം പെട്ടുപോകുന്നത്. ഒരു വയോധികയാണ്. അമ്പലത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ മാല നഷ്ടപ്പെടുന്നു. ആ മാല മോഷ്ടിച്ചത് രമേശനാണ് എന്ന് പോലീസിന് മൊഴി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് രമേശൻ ചേട്ടനെ റിമാൻഡിലേക്ക് പോവുകയും ചെയ്യുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ജാമ്യത്തിലെടുക്കാൻ പോലും ആരും ഉണ്ടായില്ല. ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് പോലീസ് തന്നെ ഇടപെട്ടാണ് 47 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ ബന്ധുക്കളൊക്കെ വിളിച്ചു വരുത്തി ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജാമ്യത്തിൽ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ്. എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോലും പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് ദയനീയമായി അദ്ദേഹം പറയുന്നത്. കുറേ ദിവസങ്ങൾ കടത്തിണ്ണയിൽ അന്തിയുറങ്ങി, ബന്ധുക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, നാട്ടുകാർ കള്ളനെന്ന് വിളിക്കുന്നു. അങ്ങനെ ദയനീയമായൊരു ജീവിതം കഴിഞ്ഞ കുറേ കാലം അദ്ദേഹം അനുഭവിച്ചു പോന്നു. അതിനിടയിൽ മറ്റൊരാളെ 8ഓളം മോഷണ കേസുകളിൽ പ്രതിയായ ഒരാളെ പോലീസ് പിടികൂടുകയും ചെയ്യുന്നുണ്ട്. അയാൾ ഇക്കാര്യം വ്യക്തമായി പോലീസിനോട് പറഞ്ഞു. അതായത് ഈ വയോധികയുടെ മാല മോഷ്ടിച്ചത് താനാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും പോലീസ് കൈക്കൊണ്ടില്ല. അങ്ങനെയാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ രമേശൻ ചേട്ടൻ, 65 വയസ്സുണ്ട്, അദ്ദേഹം മോഷ്ടാവല്ല, കള്ളനല്ല എന്ന് കോടതി വിധിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. യെസ് റാംഷാ, വല്ലാത്ത കഷ്ടം ആണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്തിന് ശേഷം ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നഷ്ടപ്പെട്ടതൊക്കെ ആര് തിരിച്ചു കൊടുക്കും? ആ പോലീസുകാർ തിരിച്ചു കൊടുക്കുമോ? ആ കള്ളനെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയവർ തിരിച്ചു കൊടുക്കുമോ? എത്ര ബന്ധുക്കളുടെ ഭാഗത്ത് നാട്ടും തുപ്പോ ഏറ്റിട്ടുണ്ടാവും അല്ലേ? കള്ളൻ, മാലക്കള്ളൻ എന്നായിരിക്കും നാട്ടുകാരൊക്കെ പറയുക. അങ്ങനെയാണല്ലോ പേര് ചേർത്തി കൊടുക്കുക. ഒരിക്കൽ വീണ ചാപ്പ വലിയ പാടാ. പിന്നെ ഇപ്പോൾ സത്യസന്ധമാണെന്ന് പറഞ്ഞാൽ പോലും ആരൊക്കെ പറയും ആർക്കറിയാം ഇതൊക്കെ സത്യമാണെന്ന് എന്നൊക്കെ പറഞ്ഞു കളയും നാട്ടുകാർ. നമ്മുടെ നാട്ടുകാരല്ലേ. അതുകൊണ്ട് പണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാട്ടുകാരുടെ പാസ് മാർക്ക് വാങ്ങി ജീവിക്കാൻ ഒരു കാരണവശാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഇരിക്കരുത്. അവർക്ക് നാളെ കള്ളനാണ്,
അത് കഴിഞ്ഞാൽ ഇന്ന് സത്യസന്ധനാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.